നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മൂന്നാമത്തെ ക്ലാസ് ആണ്, അതുപോലെ തന്നെ ലാസ്റ്റ് ക്ലാസ്സും കൂടിയാണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്, നമുക്കറിയാം ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെ, ഗാന്ധിജിയെ കുറിച്ച് പറയാതെ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നതും അത് തന്നെയാണ്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന സമരങ്ങളും അതിൻ്റെ കൂടെ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള നമ്മുടെ ഇന്ത്യയിലെ പ്രധാന സംഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ INC പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, INCയിലെ ഓരോ സമരങ്ങളും അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റിലെ മിതവാദികളുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എന്ത് വരുന്നുണ്ട്? തീവ്രവാദികൾ അല്ലേ. അപ്പോൾ ആദ്യം മിതവാദികൾ വരുന്നുണ്ട്, പിന്നെ ആരാണ്? തീവ്രവാദികൾ വരുന്നുണ്ട്, പിന്നെ ആരാണ്? ഗാന്ധിയൻ കാലഘട്ടം വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു 3 ഘട്ടത്തിലാണ് INCയിലെ ഓരോ സമരങ്ങളും നടന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ആരാണ്? മൂന്നാമത്തതാണ് ഗാന്ധിയൻ യുഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗാന്ധിയൻ യുഗം എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1919 മുതൽ 1947 വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെ. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മുടെ ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയാം. അപ്പൊ 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധിയൻ കാലഘട്ടമാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തെയാണ്? 1919 മുതൽ 47 വരെയാണ്. ഇനി ഗാന്ധിജി ഇങ്ങനെയുള്ള രാഷ്ട്രീയ സമരത്തിലേക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഗാന്ധിജി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ഓക്കെ, അങ്ങനെ ദക്ഷിണാഫ്രിക്കയിൽ ഒരു നീണ്ട കാലത്തിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അല്ലെ. ഇന്ത്യയിലേക്ക് വരുന്നത് എന്നാണ്? 1915 ജനുവരി 9-നാണ്. ഓർത്തു വെച്ചേക്കണം. അപ്പൊ 1915 ജനുവരി 9-നാണ് ഗാന്ധിജി എങ്ങോട്ടേക്ക് വരുന്നത്? ഇന്ത്യയിലേക്ക് വരുന്നത്. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഠിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു സമര രീതി അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു പോംവഴിയായിട്ട് അദ്ദേഹം കണ്ടെത്തിയത് എന്തായിരുന്നു? അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സത്യാഗ്രഹമായിരുന്നു. അല്ലെ, നമുക്കറിയാം ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ, ഒട്ടും അക്രമാസക്തമല്ലാത്ത ഒരാളാണ്. എല്ലാ അദ്ദേഹത്തിന്റെ സമര രീതികളൊക്കെ എങ്ങനെയായിരുന്നു? ഒരു അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് അല്ലെ. ഒട്ടും ഹിംസ അല്ലാത്ത രീതിയിലുള്ള അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സത്യാഗ്രഹമായിരുന്നു ആര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? ഗാന്ധിജി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സബർമതി ആശ്രമം ഒക്കെ സ്ഥാപിക്കുന്നുണ്ട് അല്ലെ. സബർമതി ആശ്രമം എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? അഹമ്മദാബാദിലാണ് അല്ലെ. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അദ്ദേഹം എന്ത് സ്ഥാപിക്കുന്നത്? സബർമതി ആശ്രമം സ്ഥാപിക്കുന്നത്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സബർമതി ആശ്രമം എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. എവിടെയാണ്? ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അങ്ങനെ അദ്ദേഹത്തിന്റെ ആദ്യ സമരം എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ചമ്പാരനിലായിരുന്നു. 1917 എന്ത് നടക്കുന്നത്? ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. അപ്പൊ ചോദിക്കും, പരീക്ഷയ്ക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം അല്ലെങ്കിൽ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഏതാണ് വർഷം? 1917. വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ചമ്പാരൻ സത്യാഗ്രഹം ഏതാ വർഷം? 1917. അതുപോലെ ചോദിക്കുന്നതാണ്, ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? അത് ബീഹാറിലാണ് അല്ലെ. അപ്പൊ ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ബീഹാറിലാണ്. ഇനി എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ? അത് ഈ ബീഹാറിലെ ചമ്പാരൻ എന്ന പ്രദേശത്ത് നീലം കർഷകരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിനെതിരെയായിട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു അല്ലെങ്കിൽ സത്യാഗ്രഹമായിരുന്നു എന്ത്? ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം 1917. ചമ്പാരൻ എന്ന് പറയുന്നത് എവിടെയാണ്? ബീഹാറിലാണ്. നീലം കർഷകരുടെ മേൽ ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുള്ള ചൂഷണത്തിനെതിരെയായിട്ടായിരുന്നു ഗാന്ധിജി എന്ത് നടത്തിയത്? ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയിട്ടുള്ളത്. അങ്ങനെ പിന്നീട് തൊട്ടടുത്ത വർഷമായിട്ടുള്ള 1918 അദ്ദേഹത്തിന്റെ മറ്റൊരു സത്യാഗ്രഹം ആരംഭിക്കുകയാണ് അല്ലെ. 1917 ചമ്പാരൻ സത്യാഗ്രഹം ഫസ്റ്റ് സത്യാഗ്രഹമാണ്. പിന്നെ രണ്ടാമത്തേത് 1918 ഏത് സത്യാഗ്രഹമാണ്? അഹമ്മദാബാദ് മിൽ തുണി മില്ല് സമരമായിരുന്നു. ഈ ഒരു സത്യാഗ്രഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായിരുന്നു? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു ഏത്?
അഹമ്മദാബാദിലെ തുണിമില്ലിൽ നടത്തിയിട്ടുള്ള സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ചമ്പാരൻ എന്ന് പറയാൻ പാടില്ല. ഇതെന്താണ്? നിരാഹാരമാണ് അല്ലെ, നിരാഹാര രീതിയിലാണ് ആ സത്യാഗ്രഹം നടത്തിയിട്ടുള്ളത്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദിലെ തുണിമില്ല് സമരമായിരുന്നു. ഓക്കെ, എന്നാൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് ചമ്പാരനാണ്. എന്നാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാരം അല്ലെ, നിരാഹാരം ആഹാരം കഴിക്കാതെ സത്യാഗ്രഹം ഇരിക്കുന്ന ആ ഒരു സത്യാഗ്രഹം ആദ്യത്തേത് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അഹമ്മദാബാദിലെ തുണിമില്ല് സമരമായിരുന്നു. ഈ ഒരു സമരം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഈ അഹമ്മദാബാദിലെ തുണിമില്ലില് തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയിട്ടായിരുന്നു. വളരെ തുച്ഛമായിട്ടുള്ള വേതനമായിരുന്നു അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ അവർക്ക് വേതന വർധനവിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സമരമായിരുന്നു ഏത്? അഹമ്മദാബാദിലെ തുണിമിൽ സമരം എന്ന് പറയുന്നത്. അത് ഏതാണ് വർഷം? 1918. ഓക്കെ, 2 വർഷം ഓർത്തു വെക്കണം. പിന്നീട് ഇതേ വർഷം തന്നെ 1918 ഒരു സത്യാഗ്രഹം നടക്കുന്നുണ്ട്. എന്താണായിരുന്നു അത്? ഗുജറാത്തിലെ ഗേദയിലായിരുന്നു ആ സത്യാഗ്രഹം എന്ന് പറയുന്നത്. വർഷം 1918. അപ്പൊ ഗുജറാത്തിലെ ഗേദയിലായിരുന്നു ഈ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇതും എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു. കർഷകരുടെ മേല് അടിച്ചേൽപ്പിച്ചിരുന്ന നികുതിയിൽ നിന്ന് ഒരു ഇളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹമായിരുന്നു ഏത്? ഗുജറാത്തിലെ ഗേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ 3 വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നീലം കർഷകരുടെ കർഷകർക്ക് നേരെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെയായിരുന്നു ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹവുമായിരുന്നു. എന്നാൽ 1918 അഹമ്മദാബാദ് തുണിമിൽ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു. അതുപോലെ ആ 1918 തന്നെയായിരുന്നു ഗുജറാത്തിലെ ഗേദയിലും ഒരു സത്യാഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 3 വർഷം എന്ന് പറയുമ്പോൾ 1917 18 ഈ 2 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രധാന സംഭവങ്ങൾ ഓർത്തു വെക്കുക. ഇത് മുഴുവനും ചോദിക്കുന്നതാണ്. പിന്നീട് ഈ ഒരു സമയത്ത് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു നിയമമായിരുന്നു റൗലത്ത് നിയമം എന്ന് പറയുന്നത്. ഇതിനെതിരെ രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ നിയമം? റൗലത്ത് നിയമം എന്നായിരുന്നു അല്ലെ. അപ്പൊ എന്താണ് റൗലത്ത് നിയമം എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളാം. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പൊ ഈ ഒരു റൗലത്ത് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ടായിരുന്നു? ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അറസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഇവരെ വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും എന്ത് ചെയ്യാമായിരുന്നു? തടവിലിടാമായിരുന്നു അല്ലെ. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വിചാരണ ഒന്നും ചെയ്യാതെ അവരെന്ത് ചെയ്യാമായിരുന്നു? അനിശ്ചിത കാലം വരെ തടവിലിടാൻ പറ്റുമായിരുന്നു ഈ ഒരു നിയമപ്രകാരം. ഏത് നിയമപ്രകാരം? റൗലത്ത് നിയമപ്രകാരം. അതുപോലെ തന്നെ ഇവരെ പ്രത്യേകം കോടതികളിൽ പോയിട്ട് രഹസ്യ വിചാരണ ഒക്കെ നടത്തുമായിരുന്നു. അതൊക്കെ ഈ റൗലത്ത് നിയമത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്താണ്? പ്രത്യേക കോടതികളിൽ പോയിട്ട് രഹസ്യ വിചാരണ ഒക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ കോടതി വിധിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു? അപ്പീലൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പീലൊക്കെ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തെങ്കിലും ഒരു വിധി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ സംതൃപ്തി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പീലിന് പോവാം. പക്ഷെ ഈ ഒരു റൗലത്ത് നിയമപ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പീലിനൊന്നും പോകാൻ പറ്റില്ല. അപ്പീലൊക്കെ നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു റൗലത്ത് നിയമം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അതുപോലെ വിചാരണ കൂടാതെ അനിശ്ചിത കാലം വരെ എന്ത് ചെയ്യാം? ഇവരെ തടവിലിടാം. പിന്നെന്താണ്? പ്രത്യേക കോടതികളിലൊക്കെ രഹസ്യ വിചാരണ നടത്താമായിരുന്നു. അതുപോലെ തന്നെ കോടതി വിധിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പീല് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയായിരുന്നു റൗലത്ത് നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെതിരെ എന്ത് ചെയ്തു? ജനങ്ങളൊക്കെ പ്രക്ഷോഭമൊക്കെ ആരംഭിച്ചു. അങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് 1919 ഏപ്രിൽ 6 എന്തായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു? കരിദിനമായിട്ട് ആചരിക്കാൻ ആര് തീരുമാനിക്കുകയാണ്? ഗാന്ധിജി, അല്ലെങ്കിൽ ഗാന്ധിജി അതിന് ആഹ്വാനം കൊടുക്കുകയാണ്. എന്നാണ്? അപ്പൊ ചോദിക്കാം, 1919 ഏപ്രിൽ 6 എന്താ കരിദിനമായിട്ട് ആചരിക്കാൻ ആര് ആഹ്വാനം ചെയ്യുന്നത്? ഗാന്ധിജി ആഹ്വാനം ചെയ്യുന്നത്. അപ്പൊ ഏത് ദിവസമാണ് കരിദിനമായിട്ട് ആചരിക്കുന്നത്? 1919 ഏപ്രിൽ 6 അല്ലെ. ഏപ്രിൽ 6 അതും കൂടി ഓർത്തു വെച്ചേക്കുക. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും എന്ത് ചെയ്തു? പ്രക്ഷോഭങ്ങളൊക്കെ ആരംഭിച്ചു. അങ്ങനെ പഞ്ചാബിൽ ഇതിന് സമരത്തിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടർ സത്യപാലും അതുപോലെ തന്നെ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലും ആയിരുന്നു. അപ്പൊ അവരൊന്ന് ഓർത്തു വെക്കുക. പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയാണ്? ഡോക്ടർ സത്യപാല് അതുപോലെ തന്നെ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലും ആയിരുന്നു.
എന്നാൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെ അറസ്റ്റ് ചെയ്തതോട് കൂടിയിട്ട് ജനങ്ങൾ എന്ത് ചെയ്തു, ഇതിൽ പ്രതിഷേധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം കൂടി എവിടേക്ക് പോയി, പഞ്ചാബിലുള്ള ഒരു ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ഒരു വലിയ മൈതാനുണ്ട്, അവിടേക്ക് ഒത്തുകൂടുകയാണ്. ജനങ്ങളെല്ലാം കൂടി അവിടെ ഒത്തുകൂടുകയാണ്. ഈ ഒരു ജാലിയൻ വാലാബാഗ് മൈതാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വശവും എന്താണ്, മൂന്ന് വശവും ഇങ്ങനെ വലിയ മതിലാണ്. ഓക്കെ, മൂന്ന് വശവും വലിയ മതിലാണ്. ഇതിനൊറ്റ ഒരു കവാടം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ ഒത്തുകൂടിയ വളരെ എന്താണ്, ഒട്ടും ആയുധങ്ങളൊന്നും ഇല്ലാതെയാണ് ഇവർ ഒത്തുകൂടി പ്രകടനം നടത്തുന്നത്. അപ്പൊ ഇതില് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർ ഇവർക്ക് നേരെ വെടിയുണ്ടകൾ എതിർക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടില്ലേ, മൂന്ന് വശവും എന്താണ്, മതിലാണ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടിപ്പോകാനുള്ള ഒരു വഴിയുമില്ല. ഈ വാതിലങ്ങ് അടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എവിടേക്കും പോകാൻ വയ്യ അല്ലെ, ഈ മതിലൊന്ന് പിടിച്ച് കയറി രക്ഷപ്പെടാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഈ ഒരു വെടിവെയ്പ്പിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നുണ്ട് അല്ലെ. ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ 1000-ലധികം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വെടിയേറ്റ് മരിക്കുന്നുണ്ട്. അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ ഒരു സംഭവം, വളരെ ദാരുണമായിട്ടുള്ള ഈ ഒരു സംഭവം എന്ത് പേരിൽ അറിയപ്പെട്ടു, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെട്ടു. അങ്ങനെ ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൈസർ എ ഹിന്ദ് പദവി ആര് ഗവൺമെന്റിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകി, ഗാന്ധിജി കൊടുത്തു അല്ലെ. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ആരും തിരികെ കൊടുത്തു, രവീന്ദ്രനാഥ ടാഗോറും കൊടുത്തു. അങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ എന്ത് ചെയ്തു, അവിടെയൊക്കെ സംഘടിപ്പിച്ചു. അപ്പൊ ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസറെ ഹിന്ദ് പദവി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്, ഗാന്ധിജിയാണ് അല്ലെ. അപ്പൊ ഗാന്ധിജി കൊടുത്തത് എന്താണ്, അതായത് ഗാന്ധിജിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പദവിയായിരുന്നു, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗാന്ധിജിക്ക് കൊടുത്തൊരു പദവിയായിരുന്നു എന്താ, കൈസർ എ ഹിന്ദ് എന്ന് പറയുന്ന ഒരു പദവി. അതെന്ത് ചെയ്തു, ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് അല്ലെ, അതായത് വളരെ ദാരുണമായിട്ടുള്ള ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ഗാന്ധിജി അതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജിക്ക് കിട്ടിയ പദവി തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുത്തു. അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറിന് ഒരു പദവിയൊക്കെ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് പദവിയായിരുന്നു, സർ എന്ന് പറയുന്ന ഒരു പദവിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് അദ്ദേഹം എന്ത് ചെയ്തു, തിരിച്ച് ബ്രിട്ടീഷുകാർക്ക് തന്നെ നൽകി. അങ്ങനെ മൊത്തത്തിൽ എല്ലായിടത്തും എന്ത് ചെയ്തു, ഇതിനെതിരെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇത് ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു ബാലൻ ഉണ്ടായിരുന്നു അല്ലെ. അതായത് ഇത് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ബാലനായിരുന്നു. ആ ബാലന്റെ പേര് ഉദ്ധം സിംഗ് എന്നായിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹം അത് ആ ഒരു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കണ്ട ഒരു വലിയൊരു സംഭവമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതിങ്ങനെ മായാതെ കിടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം വലുതായ ശേഷം ഈ ഒരു ജാലിയൻ വാലാബാഗിന് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, വധിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം അത് കാണുന്ന സമയത്ത് അദ്ദേഹം ഒരു ബാലനായിരുന്നു. പിന്നീട് ഈ ഒരു പക മനസ്സിൽ വെച്ച് അങ്ങനെ വലിയ ആളായപ്പോൾ എന്ത് ചെയ്തു, ഇതിന് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലണ്ടിൽ പോയിട്ട് അദ്ദേഹം വധിക്കുന്നുണ്ട്. ശേഷം ഈ ഉദ്ധം സിംഗിനെ എന്ത് ചെയ്യുന്നുണ്ട്, തൂക്കിലേറ്റുന്നുണ്ട്. ഏതാണ് 1940 ജൂലൈ 31-നാണ് ഉദ്ധം സിംഗിനെ എന്ത് ചെയ്യുന്നത്, വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഉദ്ധം സിംഗ് ചോദിക്കാം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്, ഉദ്ധം സിംഗ് ആണ്. അതുപോലെ ഈ സമയത്ത് ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു പ്രസ്ഥാനമായിരുന്നു ഏത്, ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതായത് റൗലത്ത് നിയമത്തിനെതിരെയായിട്ട് വളർന്നു വന്ന പ്രസ്ഥാനമായിരുന്നു ഏത്, ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് ആരാണ് വന്നത്, അത് നമ്മുടെ ഗാന്ധിജിയാണ്. അപ്പൊ അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരായിരുന്നു, ഗാന്ധിജി ആയിരുന്നു. അതുപോലെ ചോദിക്കുന്നതാണ് ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 1919 ഒക്ടോബർ 17 എന്നാണ്. 1919 ഒക്ടോബർ 17 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്, ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കുന്നത്. അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരു ബഹുജന സമരമായിരുന്നു ഏത്, നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്. അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ചോദ്യം ഇങ്ങനെയാണ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC നടത്തിയിട്ടുള്ള ബഹുജന സമരം അല്ലെ, ബഹുജന സമരം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, നിസ്സഹകരണ സമരമാണ്. ഏതാണ്, നിസ്സഹകരണ സമരം. അതായത് അവരുടെ ബ്രിട്ടീഷുകാരോട് സഹകരണ മനോഭാവം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സമരമായിരുന്നു ഏത്, നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്. 1920 കൊൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിലാണ് ഈ ഒരു നിസ്സഹകരണ സമരത്തിന് അംഗീകാരമൊക്കെ കിട്ടുന്നത്. അപ്പൊ അതും വേണമെങ്കിൽ ചോദിക്കാം. ഏത് സമ്മേളനത്തിലായിരുന്നു, 1920 കൊൽക്കത്ത സമ്മേളനത്തില്
ആ സമ്മേളനത്തിലായിരുന്നു ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ നിസ്സഹകരണ സമരത്തിന് അംഗീകാരം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്? ഗാന്ധിജിയാണ്. അതുപോലെ ഈ ഒരു നിസ്സഹകരണ സമരം പെട്ടെന്ന് നിർത്തിവെക്കാൻ കാരണമായിട്ടുള്ള മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, എന്തായിരുന്നു ചൗരി ചൗര സംഭവം? 1922 അപ്പൊ ഈ ചൗരി ചൗര എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമമായിരുന്നു ഏത്? ചൗരി ചൗര എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ചൗരി ചൗര ഗ്രാമത്തിൽ കുറച്ച് കർഷകർ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാർക്കെതിരെയായിട്ട് ഒരു സമരമൊക്കെ നടത്തുമായിരുന്നു. അപ്പൊ അതില് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ഇവർക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. അപ്പൊ ഇതിൽ പ്രതിഷേധിച്ചിട്ട് എന്ത് ചെയ്തു? കുറച്ച് ജനങ്ങൾ എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷന് അഗ്നിക്കിരയാക്കിയായിരുന്നു അല്ലെ, അതായത് തീ കൊളുത്തിയായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു പോലീസ് സ്റ്റേഷൻ കത്തുന്നതോട് കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന 22 പോലീസുകാരോളം എന്ത് ചെയ്തു? അതിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു തീപിടുത്തത്തിൽ എന്ത് ചെയ്തു? മരണപ്പെടുകയാണ് അല്ലെങ്കിൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഇതോട് കൂടിയിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? നിസ്സഹകരണ സമരം പൂർണ്ണമായിട്ട് നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കാരണം എന്താണ്? ഗാന്ധിജി എന്ന് പറഞ്ഞാൽ എന്താ? അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമരങ്ങളെ ഫോളോ ചെയ്യുന്ന ആളാണ് അല്ലെ. ഇവിടെ എന്താ സംഭവിച്ചത്? അതിന് അഹിംസയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം നടന്നത്. ഇവിടെ എന്ത് ചെയ്തു? ഇവര് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തീയിടുകയും അവിടെ ഉണ്ടായിരുന്ന 22ഓളം ആൾക്കാർ അല്ലെ, 22ഓളം പോലീസുകാർ അവിടെ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം എന്താണത്? അഹിംസയ്ക്ക് വിരുദ്ധമായിട്ട് നടന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അതിൽ സങ്കടം പ്രകടിപ്പിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? നിസ്സഹകരണ സമരം ഇനി വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഉണ്ടായ പ്രധാന സംഭവം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? ചൗരി ചൗര സംഭവമാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1929 ലാഹോറിൽ നടന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമൊക്കെ എടുക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 78 അനുയായികളുമായിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്? സബർമതി ആശ്രമത്തിൽ നിന്ന് ഈ ഒരു ഉപ്പ് നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ട് യാത്ര പുറപ്പെടുന്നുണ്ട്. എത്ര പേരായിരുന്നു? 78 പേരായിരുന്നു. ഈ ഒരു യാത്രയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്, ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. അപ്പൊ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇത് ആര് പറഞ്ഞതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഇത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞതാണെന്ന് ചോദിക്കും അല്ലെ. അപ്പൊ ഏതാണ്? ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ എന്താണ്? ഞാൻ എൻ്റെ ജഡം അത് സമുദ്രത്തിന് സംഭാവന കൊടുക്കും. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം 78 എത്ര പേരാണ്? 78 അനുയായികളുമായിട്ട് എന്ത് ചെയ്യാണ്? സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജി യാത്ര ആരംഭിക്കുകയാണ്. ഏകദേശം 375 കിലോമീറ്ററോളം ആണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എവിടെ എത്തി? ദണ്ഡി കടപ്പുറത്ത് എത്തി. അങ്ങനെ 1930 ഏപ്രിൽ 6 ഓർത്തു വെച്ചേക്കണം, ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 1930 ഏപ്രിൽ 6 എന്നാണ്? ഏപ്രിൽ 6 എന്ത്? ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് ഉപ്പ് നിയമ ലംഘനം ആര് നടത്തുന്നത്? ഗാന്ധിജി നടത്തുന്നത്. അപ്പൊ അതും കൂടി ഓർത്തു വെച്ചേക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുപോലെ ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ള വട്ടമേശ സമ്മേളനം ഉണ്ട് അല്ലെ. ഏതായിരുന്നു അത്? 2ാം വട്ടമേശ സമ്മേളനമാണ്. അപ്പോൾ വട്ടമേശ സമ്മേളനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലണ്ടനിൽ വെച്ച് നടന്നിട്ടുള്ള സമ്മേളനമാണ് ഇത് വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 വർഷങ്ങളിലാണ് നടന്നിട്ടുള്ളത്. 1930, 31, 32. ഏതൊക്കെയാണ് വർഷം? 1930 അല്ലെ. ആദ്യം 30 പിന്നെ 31, 32. ഇങ്ങനെ 3 വർഷങ്ങളായിട്ടാണ് എന്ത് നടന്നിട്ടുള്ളത്? വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇന്ത്യയിലെ പ്രശ്നങ്ങളിലെ അല്ലെങ്കിൽ ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ലണ്ടനിൽ വെച്ച് നടത്തിയിട്ടുള്ള സമ്മേളനമായിരുന്നു എന്ത്? വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത്. ഗാന്ധിജി ഏത് വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത് എന്ന് ചോദിച്ചാൽ അത് 2ാം വട്ടമേശ സമ്മേളനത്തിലാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? 2ാമത്തേതിലെ, അതായത് 1931 നടന്നിട്ടുള്ള വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത്. എന്നാൽ ഈ 3 സമ്മേളനത്തിലും അല്ലെങ്കിൽ 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത മറ്റൊരു വ്യക്തിയുണ്ട്. അതാരാണ്? അത് നമ്മുടെ അംബേദ്കർ ആണ് അല്ലെ. BR അംബേദ്കർ ആണ് ഈ 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഗാന്ധിജി ആണെങ്കിൽ 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തിട്ടുള്ളത്. അതുപോലെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സമരമായിരുന്നു ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത് അല്ലെ. അതായത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഇത്രയൊക്കെയാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പ്രധാന സമരങ്ങളും അതിലുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ഭാഗത്തിലോട്ട് പോകാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാന നേട്ടങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നേരിട്ടിട്ടുള്ള പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് എന്താണ്? അഭയാർത്ഥി പ്രവാഹമായിരുന്നു അല്ലെ. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു പ്രശ്നം എന്തായിരുന്നു? അഭയാർത്ഥി പ്രവാഹമായിരുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേരിലെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലോട്ടൊക്കെ എന്തായി, അഭയാർത്ഥികളുടെ ഒഴുക്ക് ഇങ്ങനെ ഉണ്ടായി. അപ്പൊ ഇതൊരു വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഈ ഒരു സമയത്താണ് ആര് മരിക്കുന്നത്? നമ്മുടെ ഗാന്ധിജി മരിക്കുന്നത് അല്ലെ. എന്നാണ് ഗാന്ധിജി മരിച്ചത്? 1948 ജനുവരി 30-നാണ്. ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും ഓപ്ഷനിൽ 31 കൊടുക്കാറുള്ളത്. അപ്പൊ ഏതാണ്? ജനുവരി 30 അല്ലെ. 30 0 ആണ് കേട്ടോ അല്ലെ. എങ്ങനെയാണ്? വെടിയുണ്ട ഏറ്റല്ലേ മരിക്കുന്നത്. അപ്പൊ ലാസ്റ്റത്തെ 0 ഒരു ഉണ്ടയായിട്ട് എടുത്താൽ മതി. അപ്പൊ ജനുവരി 30-നാണ് ആര് മരിക്കുന്നത്? ഗാന്ധിജി മരിക്കുന്നത് അല്ലെ. ആരാണ് അദ്ദേഹത്തെ വെടിയുതിർക്കുന്നത്? നാഥുറാം വിനായക് ഗോഡ്സെയാണ്. ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിജിയെ വെടിവെക്കുന്നത്. എവിടെ വെച്ചിട്ടായിരുന്നു? ഡൽഹിയിലെ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ വെച്ചിട്ടായിരുന്നു അല്ലെ. ആ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ വെച്ചിട്ടായിരുന്നു ആർക്ക് വെടിയേൽക്കുന്നത്? ഗാന്ധിജിക്ക് വെടിയേൽക്കുന്നത്. എന്നാണ്? 1948 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. തൊട്ടടുത്ത വർഷം ജനുവരി 30-നാണ് ആര് വെടിയേറ്റ് മരിക്കുന്നത്? ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നത്. ഇനി ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ചിട്ട് നെഹ്റു പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്. എന്തായിരുന്നു അത്? അതും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. അല്ലെ, ഇതാരുടെ വാക്കുകളാണ്? നെഹ്റുവിന്റെ വാക്കുകളാണ്. എന്താ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. അല്ലെ, ആരുടെ മരണത്തെ കുറിച്ചിട്ടാണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ചിട്ടാണ്. അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യ നേരിട്ടിരുന്ന മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് എന്തായിരുന്നു? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുക എന്നതായിരുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരുപാട് പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ഏകദേശം ഒരു 10-600ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അവർ നേരിട്ടുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുക എന്നത് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയായിരുന്നു. ആ ജോലി ആർക്കാണ് അധികാരപ്പെടുത്തിയത്? സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു അല്ലെ. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ തന്നെ മലയാളിയായിട്ടുള്ള VP മേനോനും കൂടിയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടുപേരും, പട്ടേലും VP മേനോനും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ലയന കരാർ ഉണ്ടാക്കുന്നു. എന്താണ് ഒരു ലയന കരാർ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ നാട്ടുരാജ്യങ്ങളെയൊക്കെ ഇന്ത്യൻ യൂണിയനിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഈ ഒരു ലയന കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നു. എന്നാൽ അവിടെ ഒരു 3 നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു? ഈ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരാൻ വിസമ്മതിച്ച് അല്ലെങ്കിൽ അതിൽ ചേരാൻ സമ്മതമില്ലാതെ ഇങ്ങനെ മാറി നിന്നു. ഏതൊക്കെയായിരുന്നു ആ നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത്? അത് ഹൈദരാബാദ് ഉണ്ട്, അതുപോലെ തന്നെ കാശ്മീർ, ജുനഗഡ്. ഓർത്തു വെച്ചേക്കണം, ചോദിക്കുന്നതാണ്. ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഓർത്തു വെച്ചേക്കണം, ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. എന്നാൽ പിന്നീട് എന്ത് ചെയ്തു അല്ലെ, ചില സൈനിക നടപടികളിലൂടെയും ഒരു അനുരഞ്ജനത്തിലൂടെയൊക്കെ എന്ത് ചെയ്തു? അവരെ പിന്നീട് ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഫസ്റ്റ് ഇവരെന്ത് ചെയ്തു അല്ലെ, അതിലേക്ക് ചേരാനായിട്ട് വിസമ്മതിക്കുകയായിരുന്നു. പിന്നീട് ഇങ്ങനെ സൈനിക നടപടിയൊക്കെ വേണ്ടി വന്നു ഇവരെ എന്തിലേക്ക് കൂട്ടിച്ചേർക്കാനായിട്ട്? ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കാനായിട്ട്. ഇനി ഈ ഒരു വിഭജന കാലഘട്ടത്തിൽ കുറച്ച് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സിനിമകളും ഒന്ന് ഏതൊക്കെയാണെന്നും അത് ആരാണ് സംവിധാനം ചെയ്തത് എന്നും കൂടി ഒന്ന് ഓർത്തു വെക്കാം. ഏതൊക്കെയാണ്? ഒന്ന് മേഘേ ദാക്ക ദാര അല്ലെ. മേഘേ ദാക്ക ദാര ആരാ സംവിധാനം ചെയ്തത്? ഋത്വിക് ഘട്ടക് ആണ് അല്ലെ. അപ്പൊ വിഭജന കാലത്തെ സംഭവങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമകളാണ്. ഒന്നാമത്തേത് മേഘേ ദാക്ക ദാരയാണ്, ഋത്വിക് ഘട്ടക്കിന്റെ പടമാണ്. അതുപോലെ തന്നെ ഗരം ഹവ ആരുടേതാണ്? MS സത്യുവിൻ്റെതാണ് ഗരം ഹവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തമസ് ആരുടേതാണ്? ഗോവിന്ദ് നിഹലാനിയുടേതാണ് തമസ് എന്ന സിനിമ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ട്രെയിൻ ടു പാകിസ്ഥാൻ. ആരുടേതാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ? പമേല റൂക്സിൻ്റെതാണ് അല്ലേ. അപ്പൊ പമേല റൂക്സിൻ്റെതാണ്
ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഇത്രയും ആ സിനിമകളൊന്ന് ഓർത്തു വെക്കുക. ഒന്ന് മേഘേ ദാക്കാദാര ഋത്തിക് ഘട്ടക്കാണ്. മേഘേ ദാക്കാദാര ആരുടേതാണ്? ഋത്തിക് ഘട്ടക്കിൻ്റെതാണ്. ഗരം ഹവ ആരുടേതാണ്? MS സത്യുവിൻ്റെതാണ് അല്ലേ. ഗരം ഹവ ആരുടേതാണെന്ന് ചോദിച്ചാൽ MS സത്യുവിൻ്റെതും. അതുപോലെ തമസ് ആരുടേതാണ്? ഗോവിന്ദ് നിഹലാനിയുടേതാണ്. അപ്പൊ തമസ് എന്ന സിനിമ ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ഗോവിന്ദ് നിഹലാനിയുടേതാണ്. പിന്നെ പറഞ്ഞത് ട്രെയിൻ ടു പാകിസ്ഥാൻ ആണ് അല്ലേ. ട്രെയിൻ ടു പാകിസ്ഥാൻ ആരുടേതാണ്? പമേല റൂക്സിൻ്റെതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ VP മേനോനെ കുറിച്ചിട്ട്. ആ ലയനക്കരാർ തയ്യാറാക്കിയ ഒരു മലയാളിയാണ് VP മേനോൻ എന്ന് പറയുന്നത്. ആ VP മേനോനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ VP മേനോന് ഏത് ജില്ലക്കാരനാണ്? പാലക്കാട്ടുകാരനാണ്. പാലക്കാട്ടെ ഒറ്റപ്പാലത്താണ് ആര് ജനിക്കുന്നത്? VP മേനോൻ ജനിക്കുന്നത്. 1894 ഒന്ന് ഓർത്ത് വെക്കുക. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ച വ്യക്തിയാണ് ആര്? VP മേനോൻ എന്ന് പറയുന്നത്. അദ്ദേഹം അല്ലേ അതിനു മുമ്പ് ഒറീസയിലെ ഗവർണർ ആയിരുന്നു. അതൊക്കെ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒറീസയിലെ ഗവർണർ ആയിരുന്നു ആരാ? VP മേനോൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന ബുക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഇത് രണ്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ അല്ലെ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ ബുക്കാണ്? VP മേനോന്റെ ബുക്കാണ്. അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അല്ലെ. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആരുടെ ബുക്കാണെന്ന് ചോദിച്ചാൽ അത് ആരുടേതാണ്? VP മേനോന്റേതാണ്. അപ്പോൾ VP മേനോനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ജനിക്കുന്നത്. 1894 ജനിക്കുന്നത്. അദ്ദേഹം ഒറീസയിലെ ഗവർണർ ആയിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാന ബുക്കുകൾ ഏതൊക്കെയാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇപ്പം നമ്മൾ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയില്ലേ, പക്ഷേ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇവിടെ എന്തുണ്ടായിരുന്നു? കോളനികൾ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫ്രഞ്ചിനും അതുപോലെ തന്നെ പോർച്ചുഗീസിനും അല്ലേ. അപ്പോൾ ഫ്രാൻസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ചോദിച്ചാൽ അത് ഏതൊക്കെയായിരുന്നു? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനമാണ് അല്ലേ. ഒന്ന് ഓർത്ത് വെച്ചേക്കണം. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഏതൊക്കെയായിരുന്നു? പോർച്ചുഗീസുകാരുടെ നമ്മുടെ ഗോവ വരുന്നുണ്ട്, അതുപോലെ തന്നെ ദാമൻ ദിയു വരുന്നുണ്ട്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇവിടുത്തെ കോളനികളായിരുന്നു ഗോവയും ദാമൻ ദിയു. എന്നാൽ ഫ്രഞ്ചുകാരുടേതാണെങ്കിൽ പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. പിന്നീട് ഒരു സൈനിക നടപടികളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഇന്ത്യ അവരെ ആരതാക്കുന്നുണ്ട്? ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ കയ്യിൽ നിന്ന് ഈ ഒരു കോളനികളെ മോചിപ്പിക്കുന്നുണ്ട്. ഏതാണ് വർഷം എന്ന് ഓർത്ത് വെച്ചേക്കുക. 1954 പോണ്ടിച്ചേരി, അതുപോലെ തന്നെ കാരക്കൽ, മാഹി, യാനം അതായത് ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുന്നത്. എന്നാൽ ഗോവ, ദാമൻ ദിയു പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്നാണ്? 1961 ഓർത്ത് വെച്ചേക്കണം. 1961 ഗോവ, ദാമൻ ദിയു ഒക്കെ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? മോചിപ്പിക്കുന്നത്. അതുപോലെ 1954 പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം തുടങ്ങിയ കോളനികളെയൊക്കെ ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനമൊക്കെ കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ എങ്ങനെ രൂപീകരിക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 1920 നാഗ്പൂർ കോൺഗ്രസ്സിൽ ഓർത്തു വെച്ചേക്കണം. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? തീരുമാനം എടുക്കുന്നുണ്ട്. ഏത് സമ്മേളനത്തിലായിരുന്നു? 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ഒരു ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണം എന്നൊരു ആവശ്യവുമായിട്ട് ആര് വരുന്നുണ്ട്? സ്വതന്ത്ര സമര സേനാനിയായിരുന്ന പോറ്റി ശ്രീരാമലു അല്ലേ. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? നിരാഹാര സത്യാഗ്രഹമൊക്കെ ഇരിക്കുന്നുണ്ട്. ആ ഒരു നിരാഹാരത്തോട് കൂടിയിട്ട് അദ്ദേഹം മരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിൽ 1953 ആന്ധ്ര സംസ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്? രൂപീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിരാഹാരം എടുത്ത് മരണപ്പെട്ട വ്യക്തിയായിരുന്നു ആരാ? പോറ്റി ശ്രീരാമലു എന്ന് പറയുന്നത്. അങ്ങനെ 1953 ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം എന്ത് ചെയ്തു? വളരെ ശക്തമായി തുടർന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ
ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്നുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്നുണ്ട്. ഓരോ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ ഓരോ സംസ്ഥാനമായിട്ട് അങ്ങനെ എന്ത് ചെയ്യുക, ഓരോരോ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവരുന്നു? ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ രൂപീകരിക്കുകയാണ്. അതിന്റെ അധ്യക്ഷനായിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തത്? അതായിരുന്നു ഫസൽ അലി എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് ചോദിക്കാറുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതാരായിരുന്നു? ഫസൽ അലിയാണ്. അതുപോലെ തന്നെ ഇതിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ HN കുൻസ്രു ഉണ്ട്, അതുപോലെ തന്നെ മലയാളി ആയിരുന്ന KM പണിക്കരും ഉണ്ട്. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഭാഗമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. അതുപോലെ തന്നെ മറ്റു മെമ്പേഴ്സുകൾ അല്ലെങ്കിൽ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ HN കുൻസ്രു ഉണ്ട്, അതുപോലെ തന്നെ മലയാളിയായിരുന്ന KM പണിക്കരും ഉണ്ട്. ഓർത്ത് വെച്ചേക്കണം, HN കുൻസ്രു അതുപോലെ തന്നെ KM പണിക്കർ. അങ്ങനെ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത്. എന്നാണ്? 1956 കേട്ടോ. 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം ആര് പാസ്സാക്കുന്നത്? പാർലമെന്റ് പാസ്സാക്കുന്നത്. 1953 എന്താ സംഭവിച്ചത്? അവിടെ ആ സമയത്താണ് അല്ലെങ്കിൽ ആ വർഷമാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നത്. എന്നാൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് 1956. അങ്ങനെ ഓരോ സംസ്ഥാനം രൂപീകരിക്കുകയും നിലവിലിപ്പോൾ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളാണ് ഉള്ളത് അല്ലേ? 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും അതുപോലെ 28 സംസ്ഥാനങ്ങളാണ് ഇപ്പം നിലവിൽ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രധാന മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ISRO അല്ലേ? ISRO എന്നാണ് രൂപീകരിച്ചത്? 1969 ISRO രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിക്കുന്നത് അല്ലേ? അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പയിലാണ് അല്ലേ? തുമ്പ എന്ന് പറയുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ഇതൊക്കെ രണ്ട് എന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ISRO 1969 നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതായിരുന്നു? തുമ്പയാണ് അല്ലേ? എവിടെയാണ് അത് വരുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതായിരുന്നു? ആര്യഭട്ടയാണ് അല്ലേ? ആര്യഭട്ടയായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം എന്ന് പറയുന്നത്. അതാണ് 1975 വിക്ഷേപിച്ചിട്ടുള്ളത്. 1975 ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിക്രം സാരാഭായ് അല്ലേ? നമ്മുടെ ആണവശാസ്ത്രത്തിന്റെ ഒക്കെ പിതാവ് എന്നറിയപ്പെടുന്ന വിക്രം സാരാഭായ്, അദ്ദേഹത്തിന്റെ പേരിലാണ് തുമ്പയിലെ ആ ഒരു ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന പേര് കൊടുത്തിട്ടുള്ളത് അല്ലേ? അതായത് VSSC എന്നാണ് പറയാ. VSSC എന്നാണ് നമ്മുടെ തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് പറയുന്നത്. എന്താണ് VSSC എന്ന് പറഞ്ഞാൽ? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണ്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ APJ അബ്ദുൽ കലാം അല്ലേ? നമ്മുടെ 11ാമത് പ്രസിഡന്റാണ് APJ അബ്ദുൽ കലാം. അദ്ദേഹവും ഈ ശാസ്ത്ര രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ 11ാമത് പ്രസിഡന്റ് ആണെന്ന് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അല്ലേ? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രസിഡന്റ് ആരാണ്? അത് നമ്മുടെ APJ അബ്ദുൽ കലാം ആണ്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പ്രധാന ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളാണ് SLV-3 അതുപോലെ തന്നെ PSLV. ഓക്കെ, ഇതൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പ്രധാന ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളാണ്. അപ്പം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. നമ്മുടെ 11ാമത് പ്രസിഡന്റ് ആണ് ആരാ? APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാനുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് കമ്മീഷനുകൾ ഈ ഒരു സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട DS കോത്താരി പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകളുണ്ട്, അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആര് പറഞ്ഞതാണ്? DS കോത്താരി പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരാ പറഞ്ഞത്? DS കോത്താരി പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ഇനി നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രധാന കമ്മീഷനുകളെ കുറിച്ച് പറയാം. ഇവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്.
ആദ്യം ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 1948 അല്ലെ. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടി തൊട്ടടുത്ത വർഷം തന്നെയാണ് ഈ ഒരു കമ്മീഷനെ കൊണ്ടുവരുന്നത്. വർഷം എന്നാണ്? 1948 പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാന ലക്ഷ്യം ചോദിച്ചാൽ എന്താണ്? സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് അല്ലെ. അപ്പൊ സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള പഠനത്തിന് വേണ്ടി കൊണ്ടുവന്ന കമ്മീഷനാണ് ഏത്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ശുപാർശ ചെയ്തത് എന്തൊക്കെ കാര്യങ്ങൾക്കാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക അല്ലെ. അതായത് വിദ്യാഭ്യാസത്തിന്റെ കൂടെ തന്നെ ഒരു തൊഴിൽ പരിശീലനം കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം സ്ഥാപിക്കണം എന്ന് പറഞ്ഞ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത കമ്മീഷനും കൂടിയാണ് ഏത്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലെ. നമുക്ക് മാറിപ്പോകൂല. അവിടെ എന്താണ്? രാധ, സ്ത്രീ ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ഇപ്പൊ രാധാകൃഷ്ണൻ അല്ലെ, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത കമ്മീഷനാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് UGC അല്ലെ. UGC അതായത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള കമ്മീഷനാണ് ഇത്? രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം ഇതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ എന്താണ്? സർവകലാശാല വിദ്യാഭ്യാസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ UGC എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിവേഴ്സിറ്റി അല്ലെ, സർവകലാശാല യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിച്ചത് ഏതാണ്? രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. പ്രധാന ലക്ഷ്യം എന്താണ്? സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ഇനി മറ്റ് ശുപാർശകൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. പിന്നെന്താണ്? സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കലാണ്. പിന്നെ നമ്മൾ പറഞ്ഞുല്ലേ, UGC സ്ഥാപിക്കാൻ കാരണമായത് ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഇനി അടുത്തതാണ് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. അതും ചോദിച്ചിട്ടുള്ളതാണ്. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ഏതാണ് വർഷം? 48 കഴിഞ്ഞ് പിന്നീട് 52 അല്ലെ. 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ കൊണ്ടുവരുന്നത്. ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലുള്ള പഠനമാണ്. എന്താണ്? മറ്റേത് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള പഠനമാണ് പറഞ്ഞതെങ്കിൽ ഇത് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലുള്ള പഠനമാണ് അല്ലെ. അങ്ങനെ ആലോചിച്ചാൽ മതി. മുതിർന്നു കഴിഞ്ഞാൽ അല്ലെ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ സെക്കൻഡറി ലെവലിലോട്ടല്ലേ പോവാം. അപ്പൊ അങ്ങനെ മുതിർന്നു കഴിഞ്ഞാൽ അങ്ങനെ ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ഇപ്പൊ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ അല്ലെ. മുതലിയാർ കമ്മീഷൻ ഏതാണ്? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലുള്ള പഠനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള കമ്മീഷനാണ്. ഇനി ഇവർ കൊണ്ടുവന്ന ശുപാർശകൾ എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ത്രിഭാഷാ പദ്ധതി അല്ലേ. മുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഷയൊന്നും പോരാ, 3 ഭാഷയൊക്കെ വേണം. അപ്പൊ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയത് ഏത് കമ്മീഷനാണ്? ലക്ഷ്മണസ്വാമി മുതലിയാർ. ഇവിടെ മുതലിയാർ മുതിർന്ന ഒരു വേർഡായിട്ട് കണക്ട് ചെയ്തിട്ട് പല കാര്യങ്ങളും ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ മുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു ഭാഷയൊന്നും പോരല്ലേ, 3 ഭാഷയെങ്കിലും വേണം. അപ്പൊ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയത് ഏതാണ്? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. അതുപോലെ തന്നെ സെക്കൻഡറി തലത്തിലെ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കുക. നമ്മൾ പറഞ്ഞു അതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സെക്കൻഡറി വിദ്യാഭ്യാസമാണ്. അതുപോലെ തന്നെ വിവിധ ഉദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുക അല്ലെ. ഇപ്പൊ മുതിർന്ന കുട്ടികളൊക്കെ ഒന്ന് പഠിപ്പിക്കണമെങ്കിൽ അധ്യാപകർക്ക് നല്ല പരിശീലനം വേണം. അപ്പൊ അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കുന്നതൊക്കെ ഏതിന്റെ ശുപാർശയാണ്? ലക്ഷ്മണസ്വാമി മുതലിയാറിന്റെ ശുപാർശയാണ്. അപ്പൊ ഏതാണ് വർഷം? 1952 ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. പ്രധാന ലക്ഷ്യം എന്താണ്? സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലുള്ള പഠനമാണ്. ഇനി അവർ കൊണ്ടുവന്നിട്ടുള്ള പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുക. അതുപോലെ തന്നെ സെക്കൻഡറി തലത്തില് വിദ്യാഭ്യാസ കമ്മീഷനൊക്കെ രൂപീകരിക്കുക. വിവിധ ഉദ്ദേശ സ്കൂളുകൾ സ്ഥാപിക്കുക. അധ്യാപക പരിശീലന സമിതികളൊക്കെ രൂപീകരിക്കുക. ഇനി അടുത്തത് ലാസ്റ്റ് വൺ DS കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ ഏതാ വർഷം? 1964 കോത്താരി. അപ്പൊ ആദ്യം പറഞ്ഞത് രാധാകൃഷ്ണൻ കമ്മീഷൻ 1948, മുതലിയാർ ആണെങ്കിൽ 1952, കോത്താരി ആണെങ്കിൽ 1964. ഓക്കെ. അപ്പൊ കോത്താരി കമ്മീഷന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയിട്ടുള്ള നിർദ്ദേശം അല്ലെ. അതായത് ആ ഒരു ദേശീയ മോഡൽ എങ്ങനെയായിരിക്കണം, മോഡൽ അല്ലെങ്കിൽ ആ മാതൃക എങ്ങനെയായിരിക്കണം, അതിനെ കുറിച്ചിട്ടുള്ള പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു മോഡലുമായിട്ട് വരുമ്പോൾ കണക്ട് ചെയ്ത് പറയാം നമുക്ക് കോത്താരി. ഇപ്പൊ DS കോത്താരി കമ്മീഷന് എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃക അല്ലെ, മാതൃക ആക്കാൻ പറ്റിയിട്ട് എന്താണ് മാതൃക വേണ്ടത്, അതിനെ കുറിച്ചിട്ടുള്ള പഠനമായിരുന്നു DS കോത്താരി കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ
10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഏത്? DS കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലേ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ 2 വർഷം +2 വരുന്നുണ്ട്, പിന്നെ ഡിഗ്രി ആയിട്ട് 3 വർഷം അല്ലേ. ഇങ്ങനെ ഈ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ആര് കൊണ്ടുവന്നത്? കോത്താരി കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അതായത് ആ ഒരു മാതൃക, അപ്പോൾ മാതൃകയായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് കോത്താരി കമ്മീഷനെ പറയാം. ഇപ്പോൾ 10, അതുപോലെ തന്നെ +2+3 ഈ ഒരു രീതിയിലായിരിക്കണം വിദ്യാഭ്യാസം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്നും പറയുന്നുണ്ട് ഏത് കമ്മീഷൻ? കോത്താരി കമ്മീഷൻ അല്ലേ. ഇപ്പോൾ +2-ലെത്തുമ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് ആ ഒരു പഠനത്തിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ തൊഴിൽ പരിശീലനമൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നൊക്കെ പറയുന്നത് ഏത് കമ്മീഷനാണ്? DS കോത്താരി കമ്മീഷനാണ്. അപ്പം അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി 1986 ഒരു ദേശീയ വിദ്യാഭ്യാസ നയമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഏതാ വർഷം? 1986 എന്ത് കൊണ്ടുവരുന്നത്? ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത്. ഈ ഒരു വിദ്യാഭ്യാസ നയത്തിൽ ഉണ്ടായിരുന്ന പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. അപ്പോൾ 1986 ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാന നിർദ്ദേശത്തിൽ വരുന്ന ഒന്നായിരുന്നു എന്താ? പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർന്നുള്ള വിദ്യാഭ്യാസത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ട് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി നടപ്പിലാക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ 1986 ഈ ഒരു വിദ്യാഭ്യാസ നയത്തിൽ വന്നിട്ടുള്ളതാണ്. എന്താണ് ബ്ലാക്ക് ബോർഡ് അല്ലെ? ബ്ലാക്ക് ബോർഡ് പദ്ധതിയൊക്കെ കൊണ്ടുവന്നത് ഈ ഒരു 1986 വിദ്യാഭ്യാസ നയത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം അല്ലെ. ഓരോ ജില്ലയിലും എന്ത് കൊണ്ടുവരണം? ഓരോ നവോദയ വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിക്കണം. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എന്ത് കൊടുക്കണം? കുറച്ച് പ്രോത്സാഹനം കൊടുക്കണം അല്ലെ. അവരെ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്യുക. അപ്പം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒന്നുകൂടി പ്രോത്സാഹനം കൊടുത്തൊരു നയമായിരുന്നു 1986 വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ഒന്ന്, പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർന്നുള്ള വിദ്യാഭ്യാസത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. പിന്നെ പ്രൈമറി തലത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കുക. അതുപോലെ തന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി കൊണ്ടുവരിക. അതുപോലെ ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിക്കുക. പിന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനമൊക്കെ കൊടുക്കുക. അപ്പം അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആരാ? നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള നവംബർ 11 അല്ലേ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ 11. അത് എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന ഒരു ബുക്ക് ഉണ്ട്, ഇന്ത്യ വിൻസ് ഫ്രീഡം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ബുക്കാണ്? അത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണ്. ഇന്ത്യയെ കണ്ടെത്തൽ അത് ആരുടെ ബുക്കാണെന്ന് ചോദിച്ചാൽ നെഹ്റുവിൻ്റെതാണ് അല്ലേ. ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ ബുക്കാണ്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ആരുടെ ബുക്കാണ്? നെഹ്റുവിന്റെ പുസ്തകമാണ്. എന്നാൽ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്ന ബുക്ക് ആരുടേതാണെന്ന് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണ്. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന് നവംബർ 11 എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി സാംസ്കാരിക മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നോക്കാം. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിലെ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, സംഗീത നാടക അക്കാദമി ഒക്കെ സ്ഥാപിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രവർത്തനം, അതിന്റെ ആസ്ഥാനം എവിടെയാണ് വരുന്നത്? ന്യൂഡൽഹിയാണ്. ഓക്കെ, ഇതിന്റെ ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയാണ്. ഇപ്പൊ സംഗീത നാടക അക്കാദമി, ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, അതുപോലെ തന്നെ ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ സംഗീതത്തിന്റെയും നാടകത്തിന്റെയും ഒക്കെ പ്രോത്സാഹനമാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. ആ പേരിൽ തന്നെയുണ്ട്, സംഗീതവും ഉണ്ടാവും നാടകവും ഉണ്ട്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സംഗീത നാടക അക്കാദമി എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടാവുക? സംഗീതത്തിനും അതുപോലെ തന്നെ നാടകത്തിനും. അപ്പൊ ഇതിന്റെ മുന്നത്തെ പേരെന്തായിരുന്നു ചോദിച്ചാൽ ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ് ആൻഡ് ഡ്രാമ അല്ലെ. ഡാൻസ് ആൻഡ് ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് അല്ലെ. അപ്പൊ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നതായിരുന്നു ഇതിന്റെ മുന്നത്തെ പേര്. ഇപ്പോഴാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സംഗീത നാടക അക്കാദമി എന്ന് പറയുന്നത്. എന്താണ് ലക്ഷ്യം അല്ലെ? സംഗീതത്തിനും അതുപോലെ തന്നെ നാടകത്തിനും ഒക്കെ പ്രോത്സാഹനമായിരുന്നു.
ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയാണ് അല്ലെ. ഇതിന്റെ ഒക്കെ ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയാണ്. അടുത്തത് ലളിതകലാ അക്കാദമി. ഇതാണ് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത്. ലളിതകലാ അക്കാദമി എന്താണ് ചോദ്യം? ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണാർത്ഥം കൊണ്ടുവന്നിട്ടുള്ള സ്ഥാപനം ചോദിച്ചാൽ ഏതാണ്? ലളിതകലാ അക്കാദമിയാണ് അല്ലെ. കല, ലളിതകല, ആ കല അങ്ങനെ തന്നെ ആലോചിച്ചാൽ മതി. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സ്ഥാപനം ചോദിച്ചാൽ ഏതാണ്? ലളിതകലാ അക്കാദമിയാണ്. എന്നാൽ നാടകവും സംഗീതവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സംഗീത നാടക അക്കാദമിയാണ്. ഇപ്പൊ ലളിതകലാ അക്കാദമിയുടെയും ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി തന്നെയാണ്. അതുപോലെ തന്നെ അടുത്തതാണ് സാഹിത്യ അക്കാദമി അല്ലെ. സാഹിത്യവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഏത്? സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത് അല്ലെ. എന്താണ്? ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ച് കൊണ്ടുവന്നതാണ് ഏത്? സാഹിത്യ അക്കാദമി. ഇതിന്റെയും ആസ്ഥാനം എവിടെ തന്നെയാണ്? ന്യൂഡൽഹി തന്നെയാണ്. അതുപോലെ തന്നെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ അല്ലെ. ഡ്രാമയുമായൊക്കെ ബന്ധപ്പെട്ട് അതിനു വേണ്ടി കൊണ്ടുവന്നതാണ് ഏത്? നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലെ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എവിടെയാണ് ആസ്ഥാനം? ഡൽഹി തന്നെയാണ്. കുറഞ്ഞ ചെലവില് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, അതുപോലെ തന്നെ വായന വളർത്തുക, അതിനൊക്കെ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു ഏത്? നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അല്ലെ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം, അതിന്റെ സ്ഥാപനം അല്ലെ. ഇതിന്റെ ആസ്ഥാനം എവിടെ തന്നെയാണ്? ന്യൂഡൽഹി തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു സാഹിത്യ മേഖലയിൽ വന്നിട്ടുള്ള പ്രധാന സ്ഥാപനങ്ങളാണ്. സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, അതുപോലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇതിന്റെ ഒക്കെ ആസ്ഥാനം എവിടെ തന്നെയാണ്? എവിടെയാണ്? ന്യൂഡൽഹിയാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വിദേശ നയത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതായത് മറ്റു രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ എങ്ങനെയൊക്കെയാണ് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ആ രാജ്യം എങ്ങനെയൊക്കെയാണ് നിൽക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറയുന്നതാണ് വിദേശ നയം എന്ന് പറയുന്നത്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. അപ്പൊ ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ആരാണ്? പ്രധാന ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ, ഒന്നാമത്തേത് സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പാണ് അല്ലെ. അപ്പോൾ എന്തായിരിക്കണം നമ്മുടെ വിദേശ നയം എന്ന് പറഞ്ഞാൽ? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ് കാണിക്കണം. അതുപോലെ തന്നെ വംശീയവാദത്തോടുള്ള വിദ്വേഷം അല്ലെ. വംശീയവാദത്തോടുള്ള വിദ്വേഷം, അതുപോലെ ഐക്യരാഷ്ട്രസഭയിലുള്ള നമ്മുടെ വിശ്വാസം, ഇതൊക്കെ എന്താണ്? വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളാണ്. പിന്നെ സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ വരുന്നുണ്ട്. വിദേശ സഹായത്തിന്റെ ആവശ്യകതയിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ചേരിചേരായ്മ, ഇതൊക്കെ എന്താണ്? നമ്മുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. എന്തൊക്കെയാണ്? ഒന്ന് സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പാണ്. പിന്നെ വംശീയവാദത്തോടുള്ള വിദ്വേഷം കാണിക്കണം. അതുപോലെ ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായിട്ടുള്ള ഒരു സഹവർത്തിത്വം ഉണ്ടാവണം. പഞ്ചശീല തത്വങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അതുപോലെ വിദേശ സഹായത്തിന്റെ ആവശ്യകതയിൽ ഊന്നൽ നൽകുക. പിന്നെ ചേരിചേരായ്മ, ഇതൊക്കെ എന്താണ്? വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അതിൽ നമുക്ക് ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പഞ്ചശീല തത്വം എപ്പോഴാണ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഇത് ഉണ്ടാവാനുള്ള ഒരു പ്രധാന സംഭവം എന്തായിരുന്നു? 1954 ചൈനയുമായിട്ട് ഒരു അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈന ഒപ്പിട്ടിട്ടുള്ള ഒരു കരാറാണ് എന്ത്? പഞ്ചശീല തത്വം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അപ്പം നമ്മൾ പറഞ്ഞില്ലേ, വിദേശ നയത്തിന്റെ ഒരു തത്വത്തിൽ ഉൾപ്പെടുന്നതായിരുന്നു ഏത്? പഞ്ചശീല തത്വം എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചശീല തത്വം എങ്ങനെയാണ് വരാൻ കാരണം എന്ന് ചോദിച്ചാൽ 1954 അല്ലെ. ഏതാണ്? 1954 എന്ത് നടക്കുന്നുണ്ട്? ഇന്ത്യയും ചൈനയും കൂടി ഒരു അതിർത്തി തർക്കം നടക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇന്ത്യയും ചൈനയും കൂടി ഒരു കരാറിൽ ഒപ്പിടുന്നുണ്ട്. അതാണ് ഈ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഓർത്തു വെക്കാം. രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. ഓക്കെ, ഇപ്പൊ പഞ്ചശീല തത്വങ്ങളിൽ വരുന്ന കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. ആ 5 തത്വങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെച്ചേക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ഇതൊരു പഞ്ചശീല തത്വത്തിന്റെ പ്രധാന അല്ലെങ്കിൽ ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത്. അവരവരുടെ രാജ്യത്തിന്റെ അതിർത്തി എന്ത് ചെയ്യുക? ആ ഒരു പരമാധികാരം അവർ അംഗീകരിക്കുക. അപ്പൊ രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അതുപോലെ തന്നെ പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല? ആക്രമിക്കാതിരിക്കുക അല്ലെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊന്നും ആക്രമിക്കാതിരിക്കുക. അത് നമ്മുടെ പഞ്ചശീല തത്വങ്ങളിൽ പറയുന്ന ഒരു പ്രധാന തത്വമാണ്.
അതുപോലെ തന്നെ ആഭ്യന്തര കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ പാടില്ല. ഓക്കെ, ഒരു രാജ്യം അവരുടെ രാജ്യത്തിലുള്ള കാര്യങ്ങൾ നോക്കി നടക്കുക, അല്ലാതെ ഇവിടെ വന്നിട്ട് ഇടപെടാൻ പാടില്ല. അപ്പം ആഭ്യന്തര കാര്യങ്ങളിലൊന്നും പരസ്പരം ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ സമത്വവും പരസ്പര സഹായവും വെച്ച് പുലർത്തുക, അല്ലെ, അത് എന്തായാലും വേണ്ടി വരും അല്ലെ, സമത്വത്തോട് കൂടിയിട്ടും പരസ്പര സഹായത്തോട് കൂടിയിട്ടൊക്കെ നിലനിന്ന് പോവുക. പിന്നെ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സഹവർത്തിത്വം പാലിക്കുക. ഇതൊക്കെയായിരുന്നു നമ്മുടെ പഞ്ചശീല തത്വങ്ങൾ പറഞ്ഞ ഈ ഒരു 5 തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, പിന്നെ സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായിട്ടുള്ള ഒരു സഹവർത്തിത്വം പാലിക്കുക. ഇത്രയൊക്കെയാണ് ഈ ഒരു പഞ്ചശീല തത്വങ്ങളിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊരു ടോപ്പിക് ഇവിടെ തീരുകയാണ്. ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ആ ടോപ്പിക്കിലുള്ള സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും SCERT ബേസ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ താങ്ക് യു.